യേശുവിൻ്റെ ശൈശവ വിവരണം സുവിശേഷങ്ങളിൽ ആരംഭിക്കുന്നത് ഗലീലയിലെ നസറത്ത് എന്ന പട്ടണത്തിൽ നിന്നാണ്. നസറത്ത് പഴയ നിയമത്തിലോ പാരമ്പര്യത്തിലോ ഒരിക്കലും പരാമർശിക്കപ്പെടാതിരുന്നൊരു സ്ഥലം. അതുകൊണ്ട് തന്നെ നത്താനിയേൽ ചോദിക്കുന്നു, നസറത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ? നസറത്തിൻ്റെ നന്മകളുടെ ആഘോഷമാണ് ക്രിസ്തുമസ്. 2000 വർഷങ്ങൾക്ക് ശേഷവും. നസറത്ത് എന്ന പദം എന്താണ് അർത്ഥമാക്കുന്നത്? 2 തരത്തിലാണ് അതിനെ വിവരിക്കുക. ഒന്നുകിൽ നേച്ചർ, ഐസിയായുടെ പ്രവചനം 11-ാം അധ്യായത്തിൽ പറയുന്ന പോലെ ജസ്സയുടെ മുള പൊട്ടി ജസ്സയുടെ ശാഖയിൽ നിന്ന് കടന്നു വരുന്നത് എന്നർത്ഥത്തിൽ. അങ്ങനെയാണ് വിശുദ്ധ ജെറോം വ്യാഖ്യാനിക്കുക. അല്ലെങ്കിൽ നസ്രീം വ്രതക്കാരൻ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ സാംസനെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവൻ, ലഹരികൾ ഉപയോഗിക്കാത്തവൻ, മുടി മുറിക്കാത്തവൻ എന്നുള്ള അർത്ഥത്തിൽ പറയുന്ന നസ്രീം വ്രതക്കാരൻ. 1960കളിലെ കടൽ തീരത്തു നിന്നുള്ള ചേസരിയായിൽ നിന്ന് ഒരു കൽഫലകൻ ലഭിക്കും. അതിൽ നസറത്തിന്റെ പേരുണ്ട്. ഇതിൽ കൊടുത്തിരിക്കുന്ന സ്പെല്ലിംഗ് നേച്ചർ എന്നുള്ളതാണ്. സാദെ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, സൈനല്ല. അതുകൊണ്ട് നസറത്തിന്റെ അർത്ഥം വരുന്നത് നേച്ചറിൽ നിന്നാണ്, ശാഖയിൽ നിന്ന്, ജസയുടെ മുള പൊട്ടി വരുന്നത്. ജെറിക്കോയിലെ അന്ധയാചകൻ നസ്രായനായ യേശു കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ വിളിച്ചു പറയുക, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്നാണ്. എന്ന് പറഞ്ഞാൽ നസ്രായൻ എന്ന് പറയുമ്പോൾ ദാവീദിന്റെ വംശത്തിൽ പിറന്ന രാജ്യാവകാശി എന്ന് തന്നെയാണ് അർത്ഥമാക്കുക. നസറത്ത് ഒരു കൊച്ചു പട്ടണമായിരുന്നു. വിശുദ്ധ ജെറോം ധൃതിയിൽ കടന്നുപോയി എന്നാണ് അതിനെക്കുറിച്ച് പറയുക. 30 കുടുംബങ്ങളുള്ള ഒരു കൊച്ചു പട്ടണം, പഴയൊരു പാറപ്പുറത്ത് ഉണ്ടായിരുന്ന പട്ടണം. ഗലീലി തടാകത്തിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ, സമുദ്രത്തിൽ നിന്നും 1300 അടി ഉയരത്തിലുള്ള ഒരു പട്ടണം. ഇവിടെ വന്നിറങ്ങിയാൽ അറബി സൂക്കിന്റെ ഇടയിലൂടെ നടന്ന് മംഗളവാർത്ത ദേവാലയത്തിന്റെ മുമ്പിലെത്തിയാൽ മിഡിൽ ഈസ്റ്റിലെ തന്നെ ഇസ്രായേലിലെ ഏറ്റവും വലിയ ബസലിക്കയുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുക. ആ പള്ളി തീർത്തിരിക്കുന്നത് ലില്ലി പുഷ്പം കമത്തി വെച്ചിരിക്കുന്നത് പോലെയാണ്. ഗലീലിയുടെ സുന്ദര പുഷ്പത്തെ മാതാവിന്റെ നൈർമല്യം സൂചിപ്പിക്കുന്ന ലില്ലി പുഷ്പമായി ഇവിടെ ജോവാന്നി മൂസിയോ അവതരിപ്പിക്കുന്നു. 1969 വെഞ്ചരിച്ച ബസലിക്കയ്ക്ക് 3 തട്ടുകളാണ്. മുകളിലത്തെ പള്ളി, അവിടെ ലൂമൻ ജൻസിയുമാണ്, ജനതകളുടെ പ്രകാശമാണ് അൾത്താരയിൽ ചിത്രീകരിക്കുക. നടുക്ക് അഷ്ടഭുജ നക്ഷത്രമായിട്ട് തുറന്നിട്ടിരിക്കുന്ന സ്ഥലം, അത് നേരെ താഴത്തെ പള്ളിയിലേക്ക് ചെല്ലുന്നു. താഴത്തെ പള്ളിയുടെ അടിയിൽ ബൈസന്റെയും കാലഘട്ടത്തിലുണ്ടായിരുന്ന പള്ളിയുടെ ആർച്ച് കാണാം. അതിന്റെ നടുക്ക് അതിനു മുമ്പത്തെ സിനഗോഗു പള്ളിയുടെ ചതുരം കാണാം. അതിന്റെ അപ്പുറത്തൊരു വരാന്തയ്ക്ക് അപ്പുറത്ത് സൂക്ഷിച്ചിരിക്കുന്നത് മാലാക മാതാവിനെ മംഗളവാർത്ത അറിയിച്ച സ്ഥലമാണ്. ഈ ഗുഹയുടെ ഉള്ളിൽ അൾത്താരയ്ക്ക് അടിയിൽ എഴുതി വെച്ചിരിക്കുന്നു, ഹിക് വെർബും കാരുഫാക്ട് മെസ്റ്റ്. ഇവിടെ വചനം മാംസം ധരിച്ചു. മംഗളവാർത്തയ്ക്ക് മറ്റൊരു കഥ കൂടിയുണ്ട്. യാക്കോബിന്റെ ആദ്യ സുവിശേഷത്തിൽ ചിത്രീകരിക്കുക, മാതാവ് വെള്ളം കോരാനായിട്ട് കിണറ്റിൻകരയിലേക്ക് പോകുന്നു. നസ്രത്തിലെ മാതാവിന്റെ വീട്ടിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം മുകളിലോട്ട് നടന്നാല് അവിടെ ഒരു ഉറവയുണ്ട്. മാതാവിന്റെ കിണറെന്നാണ് ഇത് അറിയപ്പെടുക. പാറയിൽ ഉത്ഭവിക്കുന്ന ഉറവ 150 മീറ്റർ താഴോട്ട് ഇറങ്ങി ഇവിടെ ഒരു ഗ്രീക്ക് ഓർത്തഡോക്സുകാരുടെ പള്ളിയാണ്. ആ പള്ളിയുടെ ഉള്ളിലാണ് ഇത് പുറത്തേക്ക് വരുന്നത്. ഇവിടെയാണ് കിണർ ചിത്രീകരിക്കുക. മാതാവ് വെള്ളം കോരാൻ വരുന്നു. മാലാക പ്രത്യക്ഷപ്പെടുന്നു. കായറെ മരിയ കെക്കരിത്തമേനെ, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. ഉടനെ മാതാവ് ഭയപ്പെട്ട് ചുറ്റും നോക്കുന്നു. മറ്റാരെയും കാണാതാകുമ്പോൾ വീട്ടിലേക്ക് ഓടിപ്പോകുന്നു. വീടിന്റെ താഴെയുള്ള ഗുഹയില് തുണി നെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാലാക വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. മറിയമേ, നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മംഗളവാർത്ത അറിയിക്കുന്നു. മാലാക മാതാവിനെ കണ്ടെത്തിയ കിണറ്റിൻകരയിലെ ഗ്രീക്ക് ഓർത്തഡോക്സുകാരുടെ ഒരു ദൈവാലയം. ഈ മംഗളവാർത്ത ലഭിച്ച മാതാവ് ഉടനെ തന്നെ പുറപ്പെടുന്നത് യൂദയ മലമ്പ്രദേശത്തുള്ള തന്റെ ചാർച്ചക്കാരിയായ എലിസബത്തിനെ സന്ദർശിക്കാൻ വേണ്ടിയാണ്. ഏകദേശം 130ഓളം കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ഐൻ കാരീമിലെത്തുന്നു. ഐൻ കാരീം മുന്തിരിത്തോട്ടത്തിലെ ഉറവ എന്നാണ് ആ വാക്കിനർത്ഥം. തട്ടുതട്ടായിട്ടുള്ള കൃഷി ചെയ്യുന്ന യൂദയ മലനിരകൾ നമുക്കവിടെ കാണാം. ഇതിന്റെ നടുക്ക് മേരി സ്പ്രിംഗ് എന്ന് പറഞ്ഞൊരു ഉറവയുണ്ട്. ഇതിൽ നിന്നായിരിക്കാം ഇതിന് പേര് ലഭിക്കുന്നത്. അവിടെ നിന്ന് മുകളിലോട്ട് കയറുമ്പോൾ സന്ദർശനത്തിന്റെ പള്ളി. 1955 ബെർലുച്ചി തീർത്ത സുന്ദരമായ ദേവാലയം. 2 തട്ടുകളാണ്. താഴത്തെ തട്ടില് ആ മലയിടുക്കിൽ നിന്ന് വെള്ളം ചാടിയിരുന്നത് ശേഖരിച്ചിരുന്ന ജലധാര, അത് പിന്നീട് അറബികളുടെ വീടായിരുന്നു. ആ കിണറും ഗുഹയും ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്. ആ ദേവാലയത്തിന്റെ മുകളിൽ 3 ചിത്രീകരണങ്ങൾ സന്ദർശനത്തിന്റെ
സക്കറിയ ധൂപാർപ്പണം നടത്തുന്നതിന്റെ, ഹേറോദോസിന്റെ പടയാളികൾ കുഞ്ഞിപ്പൈതങ്ങളെ തേടി വരുന്നതിന്റെ, അതിന്റെ നേരെ താഴെ ഒരു പാറ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എലിസബത്ത് യോഹന്നാനെ ഒളിപ്പിച്ചു വെച്ച് സംരക്ഷിച്ച ഗുഹയുടെ ഗുഹാമുഖം അടച്ചിരുന്ന പാറയായിട്ടാണ് ഇതിനെ ചിത്രീകരിക്കുക. തീർത്ഥാടകർ ഇവിടെ പ്രാർത്ഥനകൾ നിക്ഷേപിക്കുന്നു. ഇവിടെ നിന്ന് മുകളിലോട്ട് കയറിയാൽ മനോഹരമായ ദേവാലയം ബൈസന്റൈൻ കാലഘട്ടത്തിലെ പള്ളിയുടെ മുകളിൽ തീർത്തിരിക്കുന്നതാണ്. അൾത്താരയിലെ പരിശുദ്ധ അമ്മ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. താഴെ വിശ്വാസികള് ഈ ദേവാലയം ഫ്രാൻസിസ്കൻ സന്യാസികൾ സമർപ്പിക്കുന്നു. ഇടതുവശത്തുള്ള ചുമരിൽ നോക്കിയാൽ മാതാവിന്റെ അപദാനങ്ങള്, ദൈവമാതാവ്, എഫേസുസ് സുനഹദോസ്, അനുഗ്രഹദായിനി, കാനായിലെ കല്യാണ വിരുന്ന്, ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവ്, ലെപ്പാന്തോ യുദ്ധം ജയിക്കുന്നത്, അമലോത്ഭവ മാതാവ്, വാഴ്ത്തപ്പെട്ട ഡോൺ സ്കൂട്ടസ് ചർച്ച ചെയ്യുന്നത്, ഏറ്റവും പിന്നിൽ സ്വർഗാവരോപിത മാതാവിന്റെ ചിത്രം, ചുമരിൽ ചുറ്റും മറിയത്തിന്റെ സ്തോത്രഗീതങ്ങള്, പഴയ നിയമത്തിലെ സ്ത്രീ കഥാപാത്രങ്ങള്. താഴോട്ടിറങ്ങിയാൽ ചുമരിൽ മറിയത്തിന്റെ സ്തോത്രഗീതങ്ങൾ 50ഓളം ഭാഷകളിൽ, അതിൽ മലയാളവുമുണ്ട്. മാതാവും എലിസബത്തും കണ്ടുമുട്ടുന്നതിന്റെ ഒരു പിച്ചള ശില്പം. മുഖവാരയിൽ നസറത്തിൽ നിന്ന് ഐങ്കാരിമിലേക്ക് കഴുതപ്പുറത്തു വരുന്ന പരിശുദ്ധ അമ്മ, പുറകിൽ കാവൽ മാലാഖമാര്. ഈ ഗ്രാമത്തിന്റെ മറുവശത്താണ് യോഹന്നാൻ ജനിച്ചിടം, സക്കറിയായുടെ വീട്. 5-ാം നൂറ്റാണ്ടിലെയും 7-ാം നൂറ്റാണ്ടിലെയും ദേവാലയങ്ങളുടെ അവശിഷ്ടങ്ങൾ നമുക്ക് താഴെ കാണാം. പള്ളിയുടെ അകത്ത് ദൈവമാതാവിന് സമർപ്പിച്ചിരിക്കുന്ന പള്ളിയുടെ ഇടതുവശത്ത് ഒരു വലിയ ആർച്ചുണ്ട്, മധ്യകാലത്തിലെ ആർച്ച്. അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങുന്നത് ഗുഹയിലേക്കാണ്. ഈ ഗുഹയുടെ നടുക്ക് ഒരു മാർബിൾ വട്ടമുണ്ട്. സ്നാപക യോഹന്നാൻ ജനിച്ചിടമായിട്ടാണ് ഇതിനെ കണക്കാക്കുക. ഇവിടെ തീർത്ഥാടകരെ മുത്തി വിശുദ്ധ യോഹന്നാനെ സ്മരിച്ചുകൊണ്ട് ദേവാലയത്തിൽ നിന്ന് പുറത്തു കിടക്കുന്നു. ദേവാലയത്തിനുള്ളിലുള്ളത് മുഴുവൻ സ്പാനിഷ് കലാകാരന്മാരുടെ ചിത്രീകരണങ്ങളാണ്. ഐൻകാരിം ജെറുസലേമിന് ഒരു 7 കിലോമീറ്റർ അകലെയാണ്. ജെറുസലേമിന്റെ അപ്പുറത്ത് 8 കിലോമീറ്റർ അകലെയാണ് ബത്ലഹേം എന്ന പട്ടണം. സമുദ്രനിരപ്പിൽ നിന്നും 2500 അടി ഉയരത്തിലുള്ള പട്ടണം. ക്രിസ്തുമസ് ഏറ്റവും ഭംഗിയായിട്ട് ആഘോഷിക്കുന്ന സ്ഥലം. ഇന്നും ജെറുസലേമിൽ നിന്ന് തീർത്ഥാടകർ നടന്നുകൊണ്ട് ക്രിസ്തുമസ് ആഘോഷിക്കാൻ പോകാറുണ്ട്. കർത്താവ് ജനിച്ച സ്ഥലം, നാറ്റിവിറ്റിയുടെ ബസലിക്ക, ഒരു കോട്ട പോലെയാണ് അത് തീർത്തിരിക്കുന്നത്. 325 കോൺസ്റ്റാന്റൈൻ ചക്രവർത്തിയും ഹെലന രാജ്ഞിയും കൂടി പണിത ദേവാലയം 529 സമരിയാക്കാരി നശിപ്പിക്കുന്നു. വീണ്ടും ജസ്റ്റീനിയൻ ചക്രവർത്തി 540 അത് പുതുക്കി പണിയുന്നു. പിന്നീട് അറബികളുടെ കാലഘട്ടത്തിൽ പേർഷ്യക്കാർ ഇവിടെ വരുമ്പോൾ പൂജരാജാക്കന്മാരുടെ വസ്ത്രവിധാനങ്ങൾ പേർഷ്യക്കാരുടെ ഇതുപോലെ എന്ന് കണ്ട് അതിനെ നശിപ്പിക്കാതെ കടന്നു പോകുന്നു. കുരിശുയുദ്ധക്കാർ ഇത് വീണ്ടും നവീകരിക്കുന്നു. പിന്നീടുള്ള മുസ്ലിം കാലഘട്ടത്തിൽ ഒന്നും ഇതിന് നാശം സംഭവിക്കുന്നില്ല. പക്ഷേ അവിടുത്തെ വലിയ കവാടം അവരടച്ച് ഒരു ചെറിയ വാതിലാക്കി മാറ്റുന്നു. കാരണം കുതിരപ്പുറത്ത് പടയാളികൾ നേരിട്ട് പള്ളിയിലേക്ക് കടക്കാതിരിക്കാനാണ് അത് ചെയ്തത്. അതിനെ എളിമയുടെ കവാടം എന്നാണെന്ന് വിളിക്കുക. രാജാതിരാജനെ കാണാൻ വരുന്നവരൊക്കെ കുമ്പിട്ട് വേണം ദേവാലയത്തിലേക്ക് പ്രവേശിക്കാൻ. ഗ്രീക്ക് ഓർത്തഡോക്സുകാരുടെ പള്ളി, അതിൻ്റെ വലതുവശം അർമേനിയക്കാരുടെ. അവിടെ നിന്ന് താഴോട്ടിറങ്ങിയാൽ നടുക്ക് 1717 സ്ഥാപിച്ച വെള്ളിയുടെ നക്ഷത്രം, കർത്താവ് ജനിച്ച ഇടം, തിരുപ്പിറവിയുടെ സ്ഥലം. ഇവിടെ ആളുകൾ മുട്ടുകുത്തി കുമ്പിട്ട് തൊട്ടുമുത്തുന്നു. ഇവിടെ നിന്ന് മുകളിലോട്ട് കയറിയാൽ വലതുവശത്തുള്ളത് കാത്തറിൻ ബസലിക്ക, കത്തോലിക്കരുടെ പള്ളി. തിരുപ്പിറവിയുടെ വലിയ ആഘോഷങ്ങൾ നടക്കുന്ന, വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സ്ഥലം. യാസിർ അറാഫാത്ത് ഉണ്ടായിരുന്ന കാലത്ത് എല്ലാ വർഷവും അദ്ദേഹം വരുമായിരുന്നു. ഇന്നും അബുമസൻ അവിടെ വരാറുണ്ട്. പാത്രിയാർക്കീസിന്റെ നേതൃത്വത്തിൽ കുസ്തോസും ആയി കത്തോലിക്കരെല്ലാവരും കൂടി ആഘോഷമായി കുർബാന ചെല്ലുന്നിടം. അതിന്റെ താഴെ തിരുപ്പുറയുടെ ഗുഹയുടെ പിന്നിൽ യൗസേ പിതാവ് സ്വപ്നം കണ്ട സ്ഥലം, ഉണ്ണി പൈതങ്ങളെ ഓർക്കുന്ന ഗുഹ. വലതുവശത്തുള്ളത് 30ഓളം വർഷം ഈ ഗുഹയിൽ താമസിച്ച് തിരുവചനം തർജ്ജമ ചെയ്ത വൂൾഗാത്ത എഡിഷൻ ഉണ്ടാക്കിയ വിശുദ്ധ ജെറോം താമസിച്ചിരുന്ന സ്ഥലം. അവിടെ തന്നെയാണ് പുള്ളി മരിച്ച് അടക്കപ്പെടുന്നതും. തിരുപ്പുറയുടെ ദേവാലയത്തിന് പുറത്തിറങ്ങി ഇടത്തോട്ട് കിടന്ന് നമ്മൾ ഒരു 500 മീറ്റർ നടന്നാൽ ഒരു ദേവാലയം കാണും, പാൽ ഗുഹ, മിൽക്ക് ഗ്രോട്ടോ. ഇത് ഓർക്കുക, മാതാവ് ഉണ്ണിക്ക് പാല് കൊടുക്കുമ്പോൾ അല്പം പാൽ തുള്ളികൾ താഴത്ത് വീണെന്നും ഉടൻ തന്നെ ആ പാറ മുഴുവൻ പാൽവെള്ള നിറമായെന്നുമാണ്. 5-ാം നൂറ്റാണ്ട് മുതൽ തന്നെ അമ്മമാർ ഒത്തിരി സ്നേഹത്തോടും ഭക്തിയോടും കൂടി ഇവിടെ സന്ദർശിച്ചിരുന്നു. ഈ ഗുഹയുടെ പാൽപ്പൊടികൾ ശേഖരിച്ച് പാലിലോ ചുടുവെള്ളത്തിലോ കലർത്തി കഴിച്ചിരുന്നു. ഉദരസംബന്ധമായ രോഗങ്ങളുള്ളവർക്ക്, പാലിന് ദൗർലഭ്യമുള്ള അമ്മമാർക്ക്, മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഒത്തിരി അത്ഭുതങ്ങൾ നൽകുന്ന അനുഗ്രഹദായകമായിട്ടുള്ള പൊടിയായിട്ടാണ് ഇത് കാണുക. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള നാനാജാതി മതസ്ഥരായിട്ടുള്ളവരെ
രോഗശാന്തി തേടി ഇവിടെ എത്തുന്നു. ഇവിടെ ഇടതുവശത്തുള്ള മുറിയിൽ അവർ നന്ദി സൂചകമായി അയച്ചു കൊടുത്ത പടങ്ങളുടെ ഒരു ശേഖരണി തന്നെയുണ്ട്. ഏറ്റവും താഴെ ഗുഹയുടെ ഏറ്റവും അറ്റത്ത് ഉണ്ണീശോയ്ക്ക് പാല് കൊടുക്കുന്ന അത്ഭുത മാതാവിന്റെ ചിത്രമുണ്ട്. തിരിച്ചവിടെ നിന്ന് കയറുമ്പോൾ വലതുവശത്ത് 1520കളില് യാന്ത്കോക്ക് നിർമ്മിച്ച ഒരു ഈജിപ്തിലേക്കുള്ള പലായനത്തിന്റെ ശില്പമുണ്ട്. ആ ശില്പം കൂടി കണ്ടിട്ട് വേണം അവിടെ നിന്ന് പോകാൻ. പോകുന്ന വഴിയിൽ ബത്ലഹേമിൽ നിന്നൊരു 3 കിലോമീറ്റർ അകലെ ബെത് സഹൂർ ആട്ടിടയന്മാരുടെ വയൽ, ഇതിനെ റൂത്തിന്റെ വയൽ എന്ന് കൂടി പറയും. മോവാബിയായ റൂത്ത് അമ്മായിയമ്മയ നവോമിയോടൊത്ത് നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്ന സ്ഥലം. ബോവാസിന്റെ വയലിൽ അമ്മായിയമ്മയെ സഹായിക്കാൻ ജോലി ചെയ്യാൻ പോവുകയും പിന്നീട് കുടുംബത്തിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ബോവാസുമായിട്ട് വിവാഹത്തിൽ ഏർപ്പെടുകയും അവിടെ നിന്ന് ഓബദിൽ നിന്ന് ജസയിൽ നിന്ന് ദാവീദ്, ഇങ്ങനെയാണ് ബത്ലഹേം ദാവീദിന്റെ പട്ടണമായിട്ട് മാറുന്നത്. ബത്ലഹേമിലെ ചുണ്ണാമ്പ് കൽ ഗുഹകള് എന്നുമുള്ളതാണ്. മഞ്ഞുകാലത്ത് ആടുകൾ അതിൻ്റെ ഉള്ളിലാക്കി വാതിൽക്കൽ തീ കാഞ്ഞിരുന്നിരുന്ന ആട്ടിടയര് അന്നത്തെയും ഇന്നത്തെയും ദൃശ്യമാണ്. ഈ ഗുഹകൾക്ക് മുകളിൽ 1953 ബെർലുച്ചി തീർത്ത ദേവാലയം ആട്ടിടയന്മാരുടെ കൂടാരത്തിന്റെ മാതൃകയാണ്. അതിൻ്റെ ഉള്ളില് ക്രിസ്തുവിന്റെ തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളുണ്ട്. ഇവിടെ നിന്ന് നേരെ തിരുക്കുടുംബം പോകുന്നത് ഈജിപ്തിലേക്കാണ്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13 മുതലുള്ള അധ്യായങ്ങളിൽ പറയുന്നു, ഹെറോദോസ് കുട്ടിയെ വധിക്കാൻ വരുന്നു. മാലാഖ യൗസേപ്പിതാവിന് അറിയിപ്പ് കൊടുത്തു. യൗസേപ്പിതാവ് രാത്രി തന്നെ എഴുന്നേറ്റ് അമ്മയെയും കുട്ടിയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്തു. പഴയ വിയ മാരിസ് കച്ചവട വഴി, സമുദ്രതീരത്തൂടെയുള്ള വഴി, ഗാസയിൽ നിന്ന് റാഫ ബോർഡർ കടന്ന് സീനായി മരുഭൂമിയിലുള്ള ഫാറായിലെത്തുന്നു. അവിടെ നിന്ന് നൈൽ ഡെൽറ്റയിലേക്ക് കടക്കുന്നു. അവിടെ ചുറ്റിക്കറങ്ങിക്കൊണ്ട് വാദി നത്തൂൺ വഴി വീണ്ടും കൈറോയിലെത്തുന്നു. കൈറോയിൽ നിന്ന് മാദിയിൽ നിന്ന് ബോട്ട് കയറി താഴോട്ട് പോകുന്നു. പല സ്ഥലങ്ങളിലൂടെ നടക്കുന്നു. അവസാനം അസ്സുത്തിലെത്തുമ്പോൾ മാലാഖ വീണ്ടും പ്രത്യക്ഷപ്പെട്ട് കുഞ്ഞിനെ കൊല്ലാനുണ്ടായിരുന്നവർ മരിച്ചു, തിരിച്ച് ഇസ്രായേലിലേക്ക് പോകാമെന്ന് അറിയിക്കുന്നു. 3.5 വർഷക്കാലം, 2000-ഓളം കിലോമീറ്ററുകൾ. ഈജിപ്തിലെ കോപ്റ്റിക്സ് പറയുക, ഹെറോദോസിന്റെ പടയാളികൾ ഉണ്ണിയെ തേടി ഈജിപ്തിലേക്കും എത്തിയിരുന്നു. അതുകൊണ്ടാണ് ഓരോ സ്ഥലത്തുനിന്ന് മാറി മാറി അവർ ഓടിക്കൊണ്ടിരുന്നിരുന്നത്. അവരുടെ മറ്റൊരു വിശ്വാസം ഈജിപ്തിനെ അനുഗ്രഹിക്കാൻ വേണ്ടി ഈജിപ്തിന്റെ മണ്ണിലേക്ക് കർത്താവ് കടന്നു വന്നതാണ്. സുവിശേഷകൻ സൂചിപ്പിക്കും, ഈജിപ്തിൽ നിന്ന് എന്റെ പുത്രനെ ഞാൻ വിളിച്ചു. ഈജിപ്തിൽ നിന്ന് തിരിച്ചു വരുന്ന തിരുക്കുടുംബം വീണ്ടും പോയി താമസിക്കുക നസ്രത്തിലാണ്. കാരണം ഹെറോദോസിന് പകരം മകൻ അർക്കലാവോസാണ് യൂദയ ഭരിച്ചിരുന്നത്. ഗലീലിയിലെ നസ്രത്തില് അവർ ചെന്ന് പാർക്കുന്നിടം യൗസേപിതാവിന്റെ വീട്. 6-ാം നൂറ്റാണ്ടില് അർക്കുൾഫ് പറയുന്ന ചർച്ച് ഓഫ് ന്യൂട്രീഷൻ, ഉണ്ണിയേശു വളർന്ന ഇടം, ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ അവൻ വളർന്നു വന്ന സ്ഥലം. അതിന് 1914 തീർത്ത ഒരു ദേവാലയമാണ് അവിടെ ഉള്ളത്. അതിൻ്റെ അടിയിലെ യൗസേപിതാവിന്റെ പണിശാല, ഇറങ്ങുന്നിടത്ത് ഫ്രഞ്ചുകാരൻ തീർത്ത പടമുണ്ട്, ഉണ്ണിയേശു മരപ്പണി ചെയ്യുന്ന ചിത്രം. നമുക്ക് കർത്താവിന്റെ പാദങ്ങളിലൂടെ നടക്കുമ്പോൾ ഓർക്കാം, വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചത് നമ്മെ ദൈവമക്കളാക്കാൻ വേണ്ടിയാണ്. അവിടുത്തെ വചനം എൻ്റെ ജീവിതത്തിൽ മാംസം ധരിച്ചുകൊണ്ട് ഞാനും ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിലേക്ക് നടന്നെടുക്കട്ടെ. ദൈവം നമ്മോടുകൂടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.